അബ്ദുൽ കരീം, സ്വദേശം കുറ്റ്യാടിക്കടുത്ത് വളത്താണ്. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് വേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് അതിനെ ജീവൻ രക്ഷാ മാർഗങ്ങൾ എന്ന് നമ്മൾ പേര് വിളിക്കാൻ പറ്റും. ആ 9 ജീവൻ രക്ഷാ മാർഗങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. അതിലൊന്ന്, നമ്മൾ ഡെയിലി ഒരു ബിസിനസ് പ്രസന്റേഷൻ നടത്തുക എന്നുള്ളതാണ്. കേൾക്കുന്നവർക്ക് എഴുതിയെടുക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ ഒരു ദിവസം ഒരു ബിസിനസ് പ്രസന്റേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ ചോദിക്കും, അത് നമ്മൾ നടത്താറില്ലേ? നമ്മൾ കണക്കൂട്ടിയൊക്കെ ഒരു മാസം കഴിഞ്ഞപ്പോ 30 ആൾക്ക് നമ്മൾ പ്ലാന് കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ വിജയിച്ചു. ഇല്ല എങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ വിജയം നമ്മൾ കുറെ അകലെയാണ്. പലരും ഈ ബിസിനസ് വിജയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ബിസിനസ് പ്രസന്റേഷൻ ഡെയിലി നടത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ നമുക്കറിയാം. ആ ലിസ്റ്റ് ഡെയിലി 200 ആളുടെ ലിസ്റ്റ് ആണുള്ളതെങ്കിൽ ഡെയിലി ഒരാളെ നമ്മൾ ആ ലിസ്റ്റിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു വ്യക്തിയെ നമ്മൾ ആഡ് ചെയ്യുക. നമ്മൾ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന ആൾക്കാരാണ്, പലപ്പോഴായിട്ട് പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമുക്ക് പുതിയ ആളെ പരിചയപ്പെടാൻ പറ്റും. ഈ പരിചയപ്പെടുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആ അവസരമാണ് എൻ്റെ കയ്യിലുള്ളത്. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാണുന്ന വ്യക്തിയോട് പേരും അഡ്രസ്സും വാങ്ങി നിങ്ങളെ ബിസിനസ് ചേർക്കാൻ വേണ്ടി എന്ന് അദ്ദേഹത്തോട് പറയരുത്. അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കുക, സംസാരിക്കുക. ആ അദ്ദേഹത്തെ നമ്മൾ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക. കയ്യിൽ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ലിസ്റ്റ് എഴുതിയ ബുക്കില്ല എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വീട്ടിലെത്തിയിട്ട് ഒരു ഹോംവർക്ക് എന്ന രീതിയിൽ ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ ഡെയിലി ഒരാളെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു 30 ദിവസം കഴിയുമ്പോൾ നമ്മള് ലിസ്റ്റിൽ 30 പേരുണ്ടാവും, 30 പേര് കൂടിയിട്ടുണ്ടാവും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അല്ല നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ 100% നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വിൽക്കുന്ന പ്രോഡക്റ്റുകൾ 100% നമ്മൾ ഉപയോഗിക്കുന്നവരായിരിക്കണം. അല്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് കോൺഫിഡൻസ് നന്നായിട്ട് പാസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, വീക്കിലി GTSകൾ ഗസ്റ്റിനോടൊപ്പം അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് വീക്കിലി GTS വിത്ത് ഗസ്റ്റ്. അതായത് നമ്മളെ കമ്പനി ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് GTSകൾ എല്ലാ ജില്ലകളിലും, ഒരു ജില്ലയിൽ 1-2 സ്ഥലങ്ങളിലൊക്കെ കമ്പനി GTSകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ GTSകൾ പരമാവധി വീക്കിലി നമ്മൾ 1-2 GTSകൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഒറ്റക്കായിരിക്കും, പിന്നീട് നമ്മൾ കൂടെ ആൾക്കാരെ കൊണ്ടുപോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം, നമ്മൾ പലപ്പോഴായിട്ട് ബിസിനസ്സിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണം പ്രോഗ്രാം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇന്നലെ ഞാൻ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കമ്പനിയിൽ നിരന്തരം പ്രോഗ്രാമുകളാണ്, പ്രോഗ്രാമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണ്? ഇപ്പൊ ടീച്ചിങ് മേഖലയാണെങ്കിൽ അവർക്ക് ടീച്ചിങ് കൊടുക്കുക, അതായത് ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങുകൾ നിരന്തരം നടക്കുകയാണ്. നിരന്തരം ട്രെയിനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് കാലത്തേക്കാൾ അപേക്ഷിച്ച് ഒരുപാട് ട്രെയിനിങ്ങുകൾ. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് അത്യാവശ്യമാണ്. കുറേ ട്രെയിനിങ്ങുകൾ കഴിഞ്ഞിട്ടാണ് ടീച്ചേഴ്സൊക്കെ വലിയ വലിയ ടീച്ചർമാരാകുന്നത്. പക്ഷെ അവർക്ക് വീണ്ടും നിരന്തരം ട്രെയിനിങ്ങുകൾ കൊടുക്കാനുള്ള കാരണം ഇതിൽ അപ്ഡേഷൻസ് ആവശ്യമാണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് GTS നമ്മൾ വീക്കിലി 1-2 GTS അറ്റൻഡ് ചെയ്യുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ പ്രോഗ്രാമിലും ഗസ്റ്റിനോടൊപ്പം പങ്കെടുക്കുക. എല്ലാ പ്രോഗ്രാമുകളും, അതായത് നമ്മുടെ ലീഡേഴ്സ് വെക്കുന്ന പ്രോഗ്രാമുകൾ FSS ആയാലും, 1 ഡേ ട്രെയിനിങ് ആയാലും, 2 ഡേ ട്രെയിനിങ് ആയാലും, RTP പോലുള്ള ട്രെയിനിങ്ങുകളിലൊക്കെ കൃത്യമായിട്ട് ഗസ്റ്റിനോടൊപ്പം പങ്കെടുക്കുക. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, പോസിറ്റീവ് തോട്ട്സ് ഉള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഏറ്റവും നല്ല ഫുഡാണ് പോസിറ്റീവ് തോട്ട്സ് ഉള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തത്, വീക്കിലി ഒരാളെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുക എന്നുള്ളത്. വീക്കിലി ഒരാളെ നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കി ജോയിൻ ചെയ്യിക്കുക എന്നുള്ള ഏഴാമത്തെ കാര്യം.
അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ഒരു മാസത്തിൽ നമുക്ക് 4 പേരെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. 4 പേരെ എല്ലാ മാസവും നിങ്ങൾ ഈ ബിസിനസ്സിൽ പുതുതായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ വലിയ അച്ചീവ്മെന്റ് 1-2 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സീലിംഗ് ഒക്കെ അടിക്കാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാ മാസവും നമ്മൾ ഇത് ഫോളോ ചെയ്താൽ. 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്ലൈൻ ലീഡേഴ്സുമായിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൗൺസിലിംഗ് എന്ന രീതിയിൽ സംസാരിക്കുക. കൗൺസിലിംഗ് നമുക്കറിയാം, നമുക്ക് വേണ്ട പോരായ്മകൾ, നമുക്ക് എവിടെയൊക്കെയാണ് വീഴ്ചകൾ വന്നിട്ടുള്ളത്, അതൊക്കെ നമുക്ക് അപ്ലൈൻ ലീഡറുമായിട്ട് കൃത്യമായി സംസാരിച്ച് ഒരു കൗൺസിലിംഗ് എന്ന രീതിയിൽ അത് നടത്തിയിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അപ്ലൈൻ ലീഡേഴ്സിനെ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ കേൾക്കാതെ പോകാറുണ്ട്. അപ്പോൾ 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് മാസത്തിൽ 2 കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. മാസത്തില് 2 കസ്റ്റമറെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മളിപ്പോ ഒരാൾക്ക് ഒരു പേസ്റ്റ് കൊടുത്താൽ നമുക്കൊരു കസ്റ്റമറെ, അദ്ദേഹത്തെ നമുക്കൊരു കസ്റ്റമറൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ 2 കസ്റ്റമറെങ്കിലും നമ്മൾ മാസത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പൊ ഇത് പലപ്പോഴും നമുക്ക് ഡെയിലി 2 കസ്റ്റമർ ഉണ്ടാക്കുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ ഇതെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഈ 9 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു നോക്കൂ. കൃത്യമായിട്ട് ഇത് നമ്മള് ജീവൻ രക്ഷാ മാർഗങ്ങളാണ്. അതായത് ഈ ബിസിനസ്സിൽ നമ്മൾ നിന്നു പോകണമെങ്കിൽ, കൃത്യമായി നമ്മൾ ഇവിടെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം. ഇനി എന്തുകൊണ്ട് പലരും ഈ ബിസിനസ് വിട്ടുപോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അവരിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പലപ്പോഴും മീറ്റിംഗ് സെന്ററിലൊന്നും കാണാത്ത പലരെയും പിന്നീട് നമ്മൾ ബിസിനസ്സിൽ കാണാതെ പോകുന്നു. അത് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവർ മീറ്റിംഗ് സെന്റർ വരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ലെന്നാണ്. ഈ പറഞ്ഞ 9 കാര്യങ്ങളിൽ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇനി ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വരാറുണ്ട്. സന്തോഷങ്ങൾ വരുന്നത് ഇപ്പോ തായ്ലാൻഡ് വിന്നിങ് എനിക്കൊരു സന്തോഷമുള്ള സമയമാണ്. വലിയ സന്തോഷം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ സന്തോഷത്തെക്കാളൊക്കെ വലിയൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷം വന്ന സമയം ഏതാണ്? ആർക്കും ടൈപ്പ് ചെയ്ത് അറിയിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷം വന്ന സമയം ഏതാണ്? പലർക്കും പല ഉത്തരം ഉണ്ടാവും. ഏതെങ്കിലും ഒരാള് ടൈപ്പ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ സന്തോഷം, അതൊരു സന്തോഷമാണ്. ആരുടെയും മെസ്സേജ് ഞാൻ കാണുന്നില്ല, കിട്ടോന്നറിയില്ല. ആർക്കും സന്തോഷമില്ലേ? ഒരിക്കല് രത്തൻ ടാറ്റ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ട ഒരാളാണ് രത്തൻ ടാറ്റ. ടാറ്റയുടെ ഓണറാണ്. അദ്ദേഹത്തെ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ MI ലൈഫ് ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ ഓക്കെ വെരി ഗുഡ്, അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, താങ്കളുടെ സന്തോഷം എപ്പോഴാണ്, ഏറ്റവും നല്ല സന്തോഷം കിട്ടിയ സമയം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് 4 സമയങ്ങളിലായിട്ട് എനിക്ക് സന്തോഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആ 4 സമയങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഞാൻ വലിയ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പണം ഞാൻ സമ്പാദിച്ചു. ആ സമയത്തൊക്കെ എനിക്ക് സന്തോഷങ്ങൾ വന്നു. പക്ഷെ അത് ഇങ്ങനെ അസ്തമിച്ചു പോയി. കാരണം ഒരു സന്തോഷത്തിന് അതിരുണ്ടാവും. അപ്പൊ 2ാമത്തെ സന്തോഷം എന്ന് പറയുന്നത് അത് കുറെ വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി. വിലപിടിപ്പുള്ള വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് സന്തോഷം എന്നെ തേടി വന്നു. 3ാമത്തെ സന്തോഷം അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ വലിയ ഫാക്ടറികൾ, എണ്ണ കമ്പനികൾ തുടങ്ങുന്നത്. അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു എണ്ണ കമ്പനി സ്ഥാപിക്കാൻ എനിക്ക് കഴിഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ആ സന്തോഷത്തിന് ഒരു അവസാനം ഉണ്ടായിരുന്നു. 4ാമത്തെ സന്തോഷം അദ്ദേഹം പറയുന്ന സന്തോഷം എന്ന് പറയുന്നത് MI ലൈഫ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഉദ്ദേശിച്ച് നടക്കുമ്പോൾ, അച്ഛന് പോകാൻ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഓക്കെ. അപ്പോ നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓരോ സന്തോഷം കിട്ടുമ്പോൾ അതിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു. എനിക്ക് 4ാമത്തെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ മൈ ലൈഫ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന സന്തോഷം തന്നെയാണ്. ഞാൻ പറയാൻ കാരണം, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു,
ഞങ്ങൾക്ക് 200 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽ ചെയർ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 200 ആൾക്കാർക്ക് 200 കുട്ടികൾക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽ ചെയർ വാങ്ങിക്കൊടുത്തു. കൊടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ കൂടി വന്നാൽ ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു പറഞ്ഞു. അങ്ങനെ അത് ഉദ്ഘാടനം ചെയ്യാൻ പോയി. അങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് 200 വ്യക്തികൾക്കും ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ഈ പറയുന്ന വീൽ ചെയർ കൈമാറുന്ന സമയത്ത് ആ വാങ്ങുന്ന സമയത്ത് ആ വ്യക്തികൾ ഉണ്ടായിരുന്ന ആ കണ്ണ് കണ്ടപ്പോ ഏതോ ഒരു കാഴ്ച ബംഗ്ലാവ് കാണും പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അത്രയും വലിയ സന്തോഷമായിരുന്നു ആ വ്യക്തികൾക്ക്, ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ സന്തോഷം അതല്ല യഥാർത്ഥ സന്തോഷം. അതിലും വലിയൊരു അദ്ദേഹം പറയുന്നത് അതിൽ നിന്ന് വിട്ടുപിരിയുന്ന സമയത്ത്, അതായത് ഇതൊക്കെ വിതരണം ചെയ്തു കഴിഞ്ഞു. ആ സമയത്ത് അവസാനം ഒരു കുട്ടി ഇദ്ദേഹത്തിന്റെ കാൽക്കൽ വീണുകൊണ്ട് കരയുകയാണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മുഖമൊന്ന് നന്നായിട്ട് കാണണം, നിങ്ങളുടെ മുഖം വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, അതെനിക്കൊന്ന് വീണ്ടും വീണ്ടും കാണണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ പറയാണ് ഞാൻ നിരന്തരം നിങ്ങളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിലെത്തിയാൽ നിങ്ങളുടെ മുഖം പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള ആ ഒരു അനുഭവമാണ് രത്തൻ ടാറ്റ പറയുന്നത്. ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിലോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലോ പിന്നെ നഷ്ടപ്പെടാത്ത ഒരു സന്തോഷമാണ്. ഈ സന്തോഷം പങ്കുവെക്കാൻ എന്നെ കേൾക്കുന്ന MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇന്ന് തായ്ലാന്റ് വിന്നറായി. ആ സമയത്ത് എനിക്കും എൻ്റെ ഫാമിലിക്കൊക്കെ എൻ്റെ ടീമിനും എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. പക്ഷെ ആ സന്തോഷത്തിന് അതിരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കൂടെ വന്ന ഒരുപാട് വ്യക്തികൾക്ക് ഈ അവസരം കൊടുക്കുന്നു. ഒരുപാട് വ്യക്തികൾക്ക് ഞാൻ ഉൽപ്പന്നം കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന സന്തോഷം അത് അവസാനിക്കുന്നില്ല. നാളുകളിൽ അവർ ജീവിതത്തിലേക്ക് വന്ന് അവരുടെ വലിയ പ്രയാസങ്ങളൊക്കെ തീരുന്നു, അവരുടെ വരുമാനത്തിലേക്ക് അവർ വലിയ വർധനവ് കാണുന്നു. വരുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്തുള്ള കിട്ടുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് അവർക്ക് അവസരം കിട്ടുന്ന സമയത്ത് വലിയ സന്തോഷം, ആ ഫാമിലിക്ക് ഒരു സന്തോഷം. ഞാൻ പല ഫാമിലിയിൽ പോകുന്ന സമയത്ത് അവർക്കൊക്കെയുള്ള സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ആ സന്തോഷമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഞാൻ എന്നെ കേൾക്കുന്ന പലർക്കും അറിയാം. നമ്മള് നൈനിഹോയെ കൊടുത്തിട്ട് പലരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊരു കാരണക്കാരനായിട്ടുണ്ട്. നമ്മളുടെ കഴിവല്ല എങ്കിലും നമ്മൾ അതിനൊരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് ഒരുപാട് ആൾക്കാർ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്, വരുമാനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മളൊരു കാരണക്കാരനായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സമ്പാദിക്കുന്നതിന്റെ 85% നിങ്ങൾ കൂട്ടി നോക്കുക. ഒരു 1,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 85,000 രൂപയും അദ്ദേഹം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് പൈസ ചെലവഴിക്കുന്നതെന്ന് നമുക്കറിയാം. അവിടുന്ന് നിങ്ങൾ ഒരു ഉൽപ്പന്നം, ഒരു 10,000 രൂപയുടെ മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഉൽപ്പന്നത്തിന് വെറും 35% ഉൽപാദന ചെലവുള്ളൂ എന്നും ബാക്കി വരുന്ന 6,500 രൂപ കൊണ്ടുപോകുന്നത് ഈ നാട്ടിലുള്ള നേരത്തെ സെലിബ്രിറ്റികളായിട്ടുള്ള, നേരത്തെ പണക്കാരായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. ഞാൻ പറയുന്നു 1,00,000 രൂപയാണ് നിങ്ങളുടെ മാസ വരുമാനമെങ്കിൽ അതിൽ 85,000 രൂപ കൊണ്ട് നിങ്ങൾ ഉൽപ്പന്നം വാങ്ങുന്നുണ്ടെങ്കിൽ ആ 85,000-ന്റെ 65,000 കൊണ്ടുപോകുന്നത്, അതായത് നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിക്കേണ്ട ഇത്രയും വലിയ 65%, 85,000-ന്റെ 65% നിങ്ങൾ കൂട്ടി നോക്കിയാൽ ഇത് മുഴുവനും കൊണ്ടുപോകുന്നത് ഇന്ന് നാട്ടിലുള്ള കോടീശ്വരന്മാരാണ്. അവർ നേരത്തെ കോടീശ്വരന്മാരായിട്ടാണ് ഉള്ളത്. അവർ കളവ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വാങ്ങുന്നതെന്നൊക്കെ നമുക്കറിയാം. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുന്നത്. അതായത് ഈ മാർക്കറ്റ് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം 19-ാം തീയതി ഇതിന്റെ മോണിറ്ററിംഗ് മെക്കാനിസം നമ്മുടെ ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്ത് നമുക്കറിയാം. ഈ സമയത്ത് പല ഈ പറയുന്ന സെലിബ്രിറ്റികളും അതുപോലെ തന്നെ ഈ പറയുന്ന ഇടനിലക്കാർ, ഈ 65% വാങ്ങിക്കൊണ്ടു പോകുന്ന കോടീശ്വരന്മാരായിട്ടുള്ള ഇടനിലക്കാർ അവരുടെ
പണമാണ് നമ്മൾ തട്ടിയെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വലിയ ഭീഷണി നേരിടാൻ പോകും, അല്ലെങ്കിൽ വലിയ വെല്ലുവിളികളാണ് നമ്മൾ തുടക്കക്കാർ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വലിയ വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു മാർക്കറ്റിംഗ് വരുന്ന സമയത്ത്, കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിചാരിക്കുന്നത് മൈ ലൈഫ് സ്റ്റൈലിനെ കോമ്പറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിനെ കോമ്പറ്റ് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതൊക്കെ. സത്യത്തിൽ കമ്പനി പറയുന്നത് വലിയ രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളിയും പ്രതിസന്ധികളും നമുക്ക് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമ്മൾ വിചാരിക്കും എല്ലാം നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ഏറ്റെടുക്കും. പല്ലി സാർ പറയാറുണ്ട് പലപ്പോഴും ഉള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. പക്ഷേ അതിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ന് ഈ ബിസിനസിനെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ബിസിനസ്സുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡ് യൂണിയനുകളെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഈ ട്രേഡ് യൂണിയനുകളുടെ ഫലമാണ്, അതിന്റെ ഒരു പവറാണ് കഴിഞ്ഞ ദിവസം മോണിറ്ററിംഗ് മെക്കാനിസം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് ബെല്ല സാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകൾ ശക്തമാണെങ്കിൽ മാത്രമേ ഇതൊക്കെ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ആയി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറരുത്, നമ്മൾ മനസ്സിലാക്കരുത്. കൃത്യമായിട്ട് ട്രേഡ് യൂണിയനുകൾ അംഗത്വം എടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ അതിന്റെ കീഴിലുള്ള ആ യൂണിയൻ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഈ ഒരു തൊഴിൽ മേഖലയെ നമ്മൾ സംരക്ഷിച്ചിരിക്കണം. ഭീഷണി വരുന്ന സമയത്ത് നമ്മളോട് പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് പല രീതിയിൽ നമ്മളെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ട്രേഡ് യൂണിയന്റെ കാർഡ് എടുത്തു കാണിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, നിങ്ങൾ ചെയ്യുന്നത് സ്വതന്ത്രമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു മേഖലയാണ്, തൊഴിൽ മേഖലയാണ്. എന്ന് മാത്രമല്ല, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് നിങ്ങൾ ചെയ്യുന്നത്. നമുക്ക് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത്തരം കാർഡുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലീഡേഴ്സുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾ കൈപ്പറ്റണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് സമയം വൈകിയത് കൊണ്ട് ഞാൻ എൻ്റെ സ്പീച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നു.